കൊറ്റനാടിന് ആടുങ്ങൾക്ക് കൊടുക്കണ തീറ്റ ഒന്ന് കണ്ടു നോക്കൂട്ടാ. ചോറും പഴം കൂടി വെച്ചിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു 3-4 ദിവസം അങ്ങനെ കൊടുക്കാറുണ്ട്. ആട് നല്ല നന്നാവാനും ഉയരം വയ്ക്കാനും പിന്നെ നല്ല ഇറച്ചിയൊക്കെ തൂർന്ന് വരാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ. അത് എങ്ങനെയാണെന്നൊന്ന് കണ്ട് നോക്ക്. ഉപ്പ് ചോറ് എടുക്കുക. 2 ആടുങ്ങൾക്കുള്ള ചോറാണ് എടുത്തിരിക്കുന്നത്. ഒരു കിണ്ണം ചോറുണ്ട്, അതിൽ ഒരു നുള്ളി ഉപ്പിട്ട് ഒരു 5-6 മൈസൂർ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈസൂർ പഴം തന്നെ വേണം ഇതിന്. വേറെയുള്ള പഴത്തിനേക്കാളൊക്കെ നല്ലത് മൈസൂർ പഴമാണ് കേട്ടോ. ഞങ്ങളിവിടെ മൈസൂർ പഴം വെച്ച് പിടിപ്പിക്കാറാണ് ഇങ്ങനെ ഇവർക്കൊക്കെ കൊടുക്കേണ്ട കാരണം കൂടുതലും പറമ്പിൽ മൈസൂർ പഴമാണ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ഇത് മൂന്നും കൂടി നന്നായി കുഴച്ചെടുക്കുക. വേണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ അപ്പോൾ അത് ഒഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലതും കൂടി നന്നായി വലിയ 2 ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരാട് കൂട്ടിൽ ഒരാട് പുറത്തുമാണ് നിൽക്കണത് കേട്ടോ. ബാക്കിയുള്ളവരൊന്നും വിട്ടിട്ടില്ല. ഇത് കൊടുക്കേണ്ട കാരണം ബാക്കിയുള്ള പെടാടുങ്ങളെയൊന്നും വിട്ടിട്ടില്ല കേട്ടോ. കൊറ്റൻകുട്ടികളെ പിന്നെ ഈ ഒരാടിനെയും പുറത്ത് കെട്ടിയിട്ട് ബാക്കിയുള്ളവരെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പം ഞാനിത് ഇറങ്ങി കൊടുക്കുക വൈകുന്നേരം ഒരു 5 മണിക്കാണ് കേട്ടോ. വൈകുന്നേരം വെള്ളം കാട്ടണേക്കാളും മുന്നെയാണ് ഇത് കൊടുക്കാറ്. വെള്ളം കാട്ടിയിട്ട് ഒരു കുറി 7 മണിക്കൊക്കെ കൊടുത്തപ്പോൾ 7 മണിക്കൊക്കെ കൊടുത്താൽ കഴിക്കും. 6 മണിയൊക്കെ ആകുമ്പോൾ കൊടുത്തപ്പോൾ വിശപ്പൊക്കെ മാറിയ കാരണം ഇത് കഴിച്ചില്ല കേട്ടോ ആട്. അപ്പോൾ ഞാൻ ഈ ഉച്ചയ്ക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ വിശ്രമിച്ചിട്ട് പിന്നെ വൈകുന്നേരം വെള്ളം കൊടുക്കണേക്കാളും മുന്നേ ഇട്ടാണ് കൊടുക്കുക. അപ്പോഴേക്കും അവർക്ക് രണ്ടാമത് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്താണ് ഇത് കുഴച്ചിട്ട് കൊടുക്കൽ കേട്ടോ. പിന്നെ വെള്ളത്തിൽ ചോറൊക്കെ ഇട്ട് വേറെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഇത് മാത്രമായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് കൊടുക്കൽ ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വലിയ ആടുകളുടെ കൂടെ ഇവർ കുട്ടികളാകുമ്പോൾ തന്നെ തിന്ന് ശീലമായിട്ടുണ്ടെങ്കിൽ ഇവർ വലുതായാലും തിന്നോളൂ കേട്ടോ. ചെറുപ്പം മുതൽ ഇങ്ങനെ കൊടുത്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അവർ വലുതായാലും വേഗം മേടിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ആടിന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ അവിടെ ഒരു കൊറ്റൻകുട്ടി നടക്കുന്നുണ്ട്, അതും വന്ന് വേഗം കഴിക്കും കേട്ടോ. അങ്ങനെ ഒന്നും കഴിച്ചിട്ട് കുറേശ്ശെ കഴിച്ചിട്ട് അങ്ങനെ ശീലമായി. അവർക്ക് വെച്ചിട്ട് വേറെ പാത്രത്തിൽ വെച്ച് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതൊരു 6 മാസം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ വലിയവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക. ഇതുവരെ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.